IMA ആരോഗ്യ വിചാരം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. നമസ്കാരം. IMA ആരോഗ്യ വിചാരത്തിലേക്ക് സ്വാഗതം. ചില രോഗാവസ്ഥകളെക്കുറിച്ച് നമുക്ക് കൃത്യമായി ഒരു ധാരണ ഉണ്ടാകാറില്ല. എന്താണ് ശാസ്ത്രീയമായിട്ട് ഈ രോഗം വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് എന്നറിയില്ല. ആ കാരണത്താൽ തന്നെ പലപ്പോഴും ഈ രോഗം കൊണ്ട് കാലങ്ങളോളം ജീവിക്കുകയും ഒരു എമർജൻസി അവസ്ഥയിൽ മാത്രം ചികിത്സ തേടുകയും ചെയ്യുന്ന ചില രോഗാവസ്ഥകളുണ്ട്. ഉദാഹരണത്തിന് പൈൽസ് അല്ലെങ്കിൽ മൂലക്കുരു. പല കാരണത്താൽ, ചിലപ്പോൾ സങ്കോചം കൊണ്ടോ മടി കൊണ്ടോ ഒന്നും പലരും ഇതിനെക്കുറിച്ച് പറയില്ല, അല്ലെങ്കിൽ എന്താണ് ഇതിന് ശാസ്ത്രീയമായിട്ട് ചെയ്യേണ്ടതെന്ന് കൃത്യമായൊരു അറിവില്ലാത്തതുകൊണ്ട് പലപ്പോഴും ഇത് നീണ്ടുപോയിട്ട് ബുദ്ധിമുട്ടാവുന്ന ഒരവസ്ഥയിലായിരിക്കും ഒരു എമർജൻസി ചികിത്സ തേടുന്നത്. അതുപോലെ മറ്റൊരവസ്ഥയാണ് ഹെർണിയ. നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ കുടലിറക്കം. ഇന്ന് ഈ എപ്പിസോഡിലൂടെ നമ്മൾ ഹെർണിയ എന്ന രോഗത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങളാണ്, അതിൻ്റെ ചികിത്സയെക്കുറിച്ചുമുള്ള വളരെ ആധികാരികമായ വശങ്ങളാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ആദ്യം എന്താണ് ഹെർണിയ എന്ന അടിസ്ഥാന കാര്യത്തിൽ നിന്ന് തുടങ്ങാം. നമ്മുടെ വയറിനുള്ളിലുള്ള അവയവങ്ങളെ പുറത്തേക്ക് തള്ളി വരാതെ സംരക്ഷിക്കുന്നത് മസിലിൻ്റെ ഒരു ഭിത്തിയാണ്. ഈ ഭിത്തി ദുർബലപ്പെട്ട് കഴിഞ്ഞാൽ വയറിനുള്ളിലുള്ള അവയവങ്ങൾ, സാധാരണ കുടലാണ്, കുടൽ പുറത്തേക്ക് തള്ളി വരും. ഈ കുടലിൻ്റെ പുറത്തേക്കുള്ള ഇറക്കം അഥവാ കുടലിറക്കത്തിനെയാണ് ഹെർണിയ എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മുറിയാണെന്ന് സങ്കല്പിക്കുക. ഈ മുറിയിൽ എല്ലാ ജനലും കതവും അടച്ച് ബന്ധവസ്ഥാക്കിയിട്ട് ഒരാൾ അകത്തിരിപ്പുണ്ട്. പെട്ടെന്നൊരു ചെറിയ ജനൽ മാത്രം തുറന്നു കഴിഞ്ഞാൽ അയാൾക്ക് തല പുറത്തേക്ക് ഇട്ട് നോക്കാനായിട്ട് പറ്റും. അങ്ങനെ അതുപോലെ വയറിനുള്ളിലുള്ള കുടൽ ഈ ചെറിയ ദ്വാരത്തിലൂടെ പുറത്തേക്ക് തലയിട്ട് നോക്കുന്ന അതിനെയാണ് ഹെർണിയ എന്ന് പറയുന്നത്. അതായത് വയറിൻ്റെ മസിലിനുണ്ടാകുന്ന ബലക്കുറവിലൂടെ കുടൽ പുറത്തേക്ക് തള്ളി വരുന്നതാണ് അടിസ്ഥാനപരമായിട്ട് ഹെർണിയ എന്ന് നമ്മൾ പറയുന്നത്. വൈദ്യശാസ്ത്രപരമായിട്ട് നോക്കുമ്പോൾ ഈ ഹെർണിയ തന്നെ പല വിധത്തിലുണ്ട്. വയറിൻ്റെ ഏതു ഭാഗത്തു നിന്നാണോ ഹെർണിയ തള്ളി വരുന്നത് അതനുസരിച്ച് ഹെർണിയയ്ക്ക് പലവിധ പേരുകൾ നൽകിയിട്ടുണ്ട്. ഉദാഹരണത്തിന് നാഭിയുടെ അവിടെ നിന്നാണെങ്കിൽ ഇൻഗ്വിനൽ ഹെർണിയ എന്ന് പറയും. പുക്കിളിൽ നിന്നാണെങ്കിൽ അംബ്ലിക്കൽ ഹെർണിയ എന്ന് പറയും. കുറച്ചുകൂടെ മുകളിൽ ഇവിടെ നിന്നാണെങ്കിൽ എപ്പിഗാസ്ട്രിക് ഹെർണിയ എന്ന പേര് പറയും. വേറൊരു ഹെർണിയ ഇൻസിഷണൽ ഹെർണിയാണ്. അതായത് ഇൻസിഷൻ, സർജിക്കലായിട്ട് ഓപ്പറേഷൻ ചെയ്തുണ്ടാകുന്ന മുറിവ് വീക്കായിട്ട് അതുവഴി തള്ളി വരുന്നതിന് ഇൻസിഷണൽ ഹെർണിയ എന്ന് പറയും. ഇങ്ങനെ വൈദ്യശാസ്ത്രപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ പല വിധത്തിലുള്ള ഹെർണിയകളുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഒരാൾക്ക് ഹെർണിയ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ ഹെർണിയ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ടാക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെ എന്ന് നമുക്ക് നോക്കാം. ജന്മനാ ഉള്ള കാരണങ്ങൾ കൊണ്ട് ഹെർണിയ ഉണ്ടാകാറുണ്ട്. അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ കുട്ടിയുടെ വൃഷ്ണങ്ങൾ കുട്ടിയുടെ വയറിനകത്താണുള്ളത്. പ്രസവം എടുക്കാറാകുമ്പോൾ, അതായത് പൂർണ്ണ വളർച്ച എത്താറാകുമ്പോഴാണ് ഈ വൃഷ്ണം ഒരു ചെറിയ ദ്വാരത്തിലൂടെ വയറിനുള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. ഈ ദ്വാരം സാധാരണ അങ്ങ് അടഞ്ഞു പോകും, മസിലെല്ലാം കൂടെ വന്ന് അടഞ്ഞു പോകും. ഇത് അടഞ്ഞു പോയില്ലെങ്കിലും അതുവഴി കുടൽ തള്ളി വരും. അങ്ങനെ ജന്മനാ ഉള്ള ഹെർണിയകൾ ഉണ്ടാകാറുണ്ട്. അത് കുട്ടിക്കാലത്ത് തന്നെ കാണാം. ചിലപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഹെർണിയ നല്ലപോലെ പുറത്തേക്ക് തള്ളി വരുന്നത്. കുട്ടികൾ അതുപോലെ തന്നെ പുക്കിളിൻ്റെ അവിടെ ഹെർണിയ ഉണ്ടാകാറുണ്ട്, അംബ്ലിക്കൽ ഹെർണിയ ഉണ്ടാകാറുണ്ട്. പലപ്പോഴും അത് സാധാരണ കുറച്ച് നാൾ കഴിയുമ്പം അപ്രത്യക്ഷമായി പോകാറുണ്ട്. പക്ഷേ കുട്ടികളിൽ ഉണ്ടാകുന്ന ജന്മനാ ഉണ്ടാകുന്ന ഹെർണിയ എത്രയും വേഗം ഓപ്പറേഷൻ ചെയ്ത് കളയുന്നതാണ് നല്ലത്. പിന്നെ ഹെർണിയ ഉണ്ടാകാനുള്ള കാരണങ്ങൾ വയറിൻ്റെ ഭിത്തി ദുർബലമാകുന്ന കാരണങ്ങൾ. ഉദാഹരണത്തിന് അമിതമായ വണ്ണമുള്ളവരിൽ എക്സസൈസ് ഇല്ലാതെ ഈ മസിൽ വീക്കായി പോകാറുണ്ട്. പിന്നെ എന്തെങ്കിലും കാരണം കൊണ്ട് സ്ട്രെയിൻ ചെയ്യുന്നവർ, സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറിനകത്തെ പ്രഷർ കൂടുക. ഉദാഹരണത്തിന് മലബന്ധം വന്നിട്ട് മലം പോകാൻ വേണ്ടി കൂടുതലായിട്ട് മുക്കുക, അപ്പം സ്ട്രെയിനിങ് ആയി അതുവഴി അങ്ങനെ സ്ഥിരമായിട്ടുണ്ടെങ്കിൽ ഹെർണിയ ഉണ്ടാകാം. സ്ഥിരമായിട്ടുള്ള ചുമയുള്ളവരിൽ ഹെർണിയ ഉണ്ടാകാം. സ്ഥിരമായിട്ട് ഒത്തിരി വെയിറ്റ് പൊക്കുന്നവരിൽ, ഭയങ്കര ഭാരം ഉണ്ടാകുന്നവരിൽ സ്ട്രെയിൻ ചെയ്ത് ഹെർണിയ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓപ്പറേഷന് ശേഷം ഇൻസിഷണൽ ഹെർണിയ, ഓപ്പറേഷൻ സമയത്ത് നമ്മൾ മസിൽ തുറന്നിട്ട് അത് സ്റ്റിച്ച് ഇടുകയാണ് ചെയ്യുന്നത്. ഈ സ്റ്റിച്ച് പല കാരണങ്ങൾ കൊണ്ട് വീക്കായി പോകാം. ഉദാഹരണത്തിന് ഓപ്പറേഷൻ ശേഷം രോഗി ശരിക്കും റെസ്റ്റ് എടുത്തില്ലെങ്കിൽ സ്റ്റിച്ച് വിട്ടുപോകാം. ഓപ്പറേഷന് ശേഷം ആ മുറിവ് പഴുക്കുകയാണെങ്കിൽ ഈ സ്റ്റിച്ച് വിട്ടുപോകാം. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇൻസിഷണൽ ഹെർണിയയും ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായ കാരണങ്ങൾ കൊണ്ട് ഈ ഹെർണിയ എന്ന കുടലിറക്ക രോഗമുണ്ടാകാം. പക്ഷേ ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഹേതു നമ്മുടെ വയറിൻ്റെ മസിലിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഒരു വീക്ക്നെസ്, ബലക്ഷയം ഉണ്ടാകുമ്പോൾ ആ വീക്ക്നെസ് ഉള്ള ഭാഗത്തുകൂടി നമ്മുടെ കുടൽ പുറത്തേക്ക് തള്ളി വരുന്നതാണ് അടിസ്ഥാനപരമായിട്ട് ഈ ഹെർണിയ എന്ന് നമ്മൾ പറയുന്നത്.
ഇനി ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. സാധാരണ രോഗികൾ ഒ പിയിൽ വരുന്നത് ഒരു വയറിൻ്റെ ഏതെങ്കിലും ഭാഗത്തൊരു മുഴയുണ്ടെന്നുള്ള കംപ്ലയിൻ്റ് ആയിട്ടാണ്. ചിലർ വലിയ മുഴയായിട്ട് വരും, ചിലർ വളരെ ചെറിയ മുഴയായിട്ട് വരും. ചിലർ പറയും പെട്ടെന്നുണ്ടായതാണ്, വലിയൊരു വെയിറ്റ് പൊക്കിയപ്പോഴത്തേന് പെട്ടെന്നൊരു വേദന നോക്കിയപ്പോഴത്തേന് ഹെർണിയ വന്നായിട്ട് പറയാം. ഹെർണിയയ്ക്ക് വേദന വരുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തോ കൂടുതലായിട്ട് കോംപ്ലിക്കേഷൻസിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അത് എത്രയും വേഗം ഡോക്ടറെ കാണിക്കേണ്ടതായിട്ട് ഉള്ള കാരണമുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ടെസ്റ്റുകളൊന്നും ആവശ്യമില്ല. സാധാരണ ഒന്ന് കൈവച്ച് പരിശോധിച്ച് 5 മിനിറ്റ് കൊണ്ട് ഹെർണിയ കൊണ്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ചില കേസുകളിൽ വയറിൻ്റെ അകത്ത് എന്തെങ്കിലും കൂടുതലായിട്ട് പ്രശ്നമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ലിവറിൻ്റെ ഒരു പ്രശ്നം മൂലം വയറിൽ വെള്ളം കെട്ടി അപ്പോഴാണ് ഹെർണിയ തള്ളി വന്നു, അത് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യേണ്ടതായിട്ട് വരും. അപൂർവമായിട്ട് CT സ്കാനോ MRI ആവശ്യപ്പെടാറുണ്ട്, പ്രത്യേകിച്ചും കോംപ്ലിക്കേറ്റഡ് ഹെർണിയാസിൽ. ഹെർണിയ പല അറകളുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ ഹെർണിയയുടെ എത്രത്തോളം വ്യാപ്തി ഉണ്ടെന്ന് ഡോക്ടർക്ക് കൈവച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. ചിലപ്പോൾ രോഗികൾ വയറുവേദനയായിട്ട് വരും, ഹെർണിയ ആയിരിക്കും അവർ പുറത്ത് കാണിക്കുന്നത്, പക്ഷേ മറ്റു ചില പ്രശ്നങ്ങളായിരിക്കും ഉള്ളത്. അങ്ങനെയാണെങ്കിൽ സംശയ നിവൃത്തിക്കായിട്ട് ഒരു അൾട്രാസൗണ്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ധാരാളം രോഗനിർണയ ഉപാധികൾ ലബോറട്ടറി ടെസ്റ്റും മറ്റുമായിട്ട് ധാരാളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ആധുനിക യുഗത്തിൽ പോലും ഒരു സർജൻ്റെ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ ക്ലിനിക്കൽ സ്കില്ല് കൊണ്ട് മാത്രം രോഗനിർണയത്തിലെത്താൻ സാധിക്കുന്ന രോഗങ്ങളിൽ ഒരു ക്ലാസിക്കൽ ഉദാഹരണമായിട്ട് പോലും നമുക്ക് ഈ ഹെർണിയ രോഗത്തെ കാണാം. അപൂർവമായി മാത്രം ആവശ്യമെങ്കിൽ മറ്റ് ടെസ്റ്റുകൾ, മറ്റ് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്താൽ മതിയാവുകയും ചെയ്യും. ഇനി ഈ രോഗത്തിൻ്റെ ചികിത്സ. ഹെർണിയയ്ക്ക് ഒരു ചികിത്സയേ ഉള്ളൂ, ഓപ്പറേഷൻ മാത്രം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഭിത്തിയിലുണ്ടാകുന്ന ഒരു ചെറിയ വിടവിനെ നമുക്ക് എന്ത് വെച്ച് തേച്ച് കഴിഞ്ഞാലും ശരിയാകത്തില്ല, അത് കെട്ടി അടയ്ക്കണം. അതുപോലെ ഒന്നിൽ സ്റ്റിച്ചിട്ട് അല്ലെങ്കിൽ നെറ്റിട്ട് അടച്ചു കളയണം ഹെർണിയ. പണ്ട് കാലത്ത് ഹെർണിയയ്ക്ക് ട്രസ് എന്ന് പറയുന്ന ചികിത്സ ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ ഇപ്പോഴും ചിലർ പറയാറുണ്ട്, ചില പ്രത്യേക തരത്തിലുള്ള ബെൽറ്റുകൾ ഉപയോഗിച്ച് ഹെർണിയ അകത്തുനിന്ന് തടഞ്ഞു നിർത്താൻ വേണ്ടി. താൽക്കാലികമായിട്ടാണ് ഉപയോഗിക്കാം, പക്ഷേ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ട്രസ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ മസിൽ കൂടുതൽ വീക്ക് ആകാനുള്ള സാധ്യതയുണ്ട്, കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള, ഹെർണിയ പെട്ടെന്ന് തടസ്സപ്പെടാനുള്ള സാധ്യതകളൊക്കെ ട്രസ് ഉപയോഗിക്കുന്നതിൽ കൂടുതലാണ്. അപ്പോൾ ട്രസ് താൽക്കാലികമായി ഉപയോഗിക്കാം, സ്ഥിരമായിട്ട് ഒരു ചികിത്സാ വിധിയല്ല. യാതൊരു വിധത്തിലുള്ള മരുന്നുകൾ കൊണ്ടും ഹെർണിയ മാറില്ല. എന്തെല്ലാം ടൈപ്പുള്ള ചികിത്സാ രീതി, ഇപ്പം മോഡേൺ മെഡിസിൻ അല്ലാതെ വേറെ ഏത് ചികിത്സാ രീതി എടുത്തു കഴിഞ്ഞാലും അതുകൊണ്ടൊന്നും ഹെർണിയ ഒരു കാരണവശാലും മാറില്ല. അപ്പോൾ ഓപ്പറേഷൻ പണ്ടുകാലത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഈ ഹെർണിയ എന്നു പേരുള്ള ദ്വാരം, ഈ ദ്വാരത്തിന് നമ്മൾ സ്റ്റിച്ചിട്ട് അടച്ചു കളയും. അപ്പോൾ സ്റ്റിച്ചിട്ട് അടച്ചു കളയുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗിക്ക് നല്ല വേദനയായിരിക്കും ഓപ്പറേഷന് ശേഷം. 3 മാസം റെസ്റ്റ്, പിന്നെ രണ്ടാമത് സ്റ്റിച്ച് പൊട്ടിപ്പോകാനും വിട്ടുപോകാനുള്ള സാധ്യതകളൊക്കെ കൂടുതലായിരുന്നു. അപ്പോൾ ഇപ്പോൾ സ്റ്റിച്ചിട്ടുള്ള ഓപ്പറേഷന് യാതൊരു വിധത്തിലുള്ള ശാസ്ത്രീയമായ സാധുതയും ഇല്ല. പിന്നെ എങ്ങനെ ഈ അടയ്ക്കുക എന്നുള്ളതാണ്. ഇത് അടയ്ക്കുന്നത് ഇപ്പോൾ നെറ്റ് വെച്ചാണ്. പ്രത്യേക തരത്തിലുള്ള നെറ്റുകൾ അവൈലബിൾ ആണ്. ഈ നെറ്റുകൾ പോളിപ്രോപ്പിലിൻ തുടങ്ങിയ വസ്തുക്കൾ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് ശരീരത്തിൽ നിന്ന് വലിച്ചെടുക്കപ്പെടത്തില്ല, ശരീരത്തിൽ തന്നെ ഇരിക്കും. അപ്പോൾ ഈ നെറ്റിനകത്തുള്ള ചെറിയ ദ്വാരങ്ങളിലൂടെ മാംസം വളർന്നു വന്ന് നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കമ്പിയിട്ട് വാർക്കുന്നത് പോലെ, ഒരു ഡിഫക്റ്റ് അടച്ചു കളയുന്നത് പോലെ വാർക്കുന്നത് പോലെ അടച്ചു കളയാണ് നെറ്റിട്ടുള്ള ഓപ്പറേഷനോടെ ചെയ്യുന്നത്. ഈ നെറ്റ് വയ്ക്കുന്ന ഓപ്പറേഷൻ തന്നെ നമുക്ക് 2 വിധത്തിൽ ചെയ്യാം. ഒന്ന് സാധാരണ സർജറി, അല്ലെങ്കിൽ നമ്മൾ മുറിവുണ്ടാക്കി ആ മുറിവിലൂടെ ശസ്ത്രക്രിയ ചെയ്യുന്ന ഹെർണിയോപ്ലാസ്റ്റി എന്ന സമ്പ്രദായം. രണ്ടാമത്തത് കീഹോൾ സർജറി അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പിക് സർജറി. സാധാരണ ഓപ്പറേഷൻ ചെയ്യുന്നത് ലോക്കൽ അനസ്തീഷ്യയിൽ ചെയ്യാം, അല്ലെങ്കിൽ അരക്കിതായിട്ട് മരവിച്ച് സ്പൈനൽ അനസ്തീഷ്യ, ജനറൽ അനസ്തീഷ്യയിലെല്ലാം ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൽ രോഗിയെ സാധാരണ മയക്കിയതിന് ശേഷം ഡോക്ടർ മുറിവുണ്ടാക്കിയിട്ട് ഈ ഹെർണിയ ഡിഫക്റ്റ് കണ്ടുപിടിക്കും. അന്ന് ഹെർണിയ പുറത്തേക്ക് തള്ളി വരുന്ന ഹെർണിയയുടെ ആവശ്യമില്ലാത്ത ചില ഭാഗങ്ങൾ, കുടലിനെ കട്ട് ചെയ്തില്ല, ആവശ്യമില്ലാത്ത ചില മാംസഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് അവിടെ നെറ്റ് വെച്ച് അടച്ചു കളയും. സാധാരണ 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെയാണ് ഈ ഓപ്പറേഷൻ എടുക്കാറുള്ളത്. ഓപ്പറേഷന് ശേഷമുള്ള അതായത് ഇൻസിഷണൽ ഹെർണിയാസിന് ചിലപ്പോൾ വളരെയേറെ സമയം എടുക്കാൻ സാധ്യതയുണ്ട്. വളരെ മേജർ ഓപ്പറേഷനായിട്ടായിരിക്കും ഇൻസിഷണൽ ഹെർണിയാസ് ചെയ്യുന്നത്. സാധാരണ ഹെർണിയ സർജറി ഒരു ചെറിയ സിമ്പിൾ പ്രൊസീജിയറാണ്, പക്ഷേ ഒരു മേജർ ഓപ്പറേഷനാണ്, കാരണം അനസ്തീഷ്യ വേണ്ടതുണ്ട്. പിന്നെ ഉള്ളത് ലാപ്രോസ്കോപ്പി ശസ്ത്രക്രിയ. ലാപ്രോസ്കോപ്പി ശസ്ത്രക്രിയയിൽ നമ്മൾ പുറത്ത് മുറിവ് ഉണ്ടാക്കാത്ത വളരെ ചെറിയ മുറിവുകൾ മാത്രം ഉണ്ടാക്കിയിട്ട് വയറിനുള്ളിലൂടെ ചെന്ന് വയറിനകത്താണ് നെറ്റ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വേദന കുറച്ച് കുറവായിരിക്കും, വലിയ റെസ്റ്റിൻ്റെ ആവശ്യവും വരുന്നില്ല. നമ്മൾ ഈ ഹെർണിയ റിപ്പയറിന് നെറ്റ് ഉപയോഗിക്കും, മെഷ് ഉപയോഗിക്കുമെന്നെല്ലാം പറഞ്ഞല്ലോ. അപ്പോൾ എന്താണ് ഈ മെഷ് എന്ന് നമുക്ക് വിശദമായി തന്നെ ഇപ്പോൾ മനസ്സിലാക്കാം. ഹെർണിയ റിപ്പയറിന് ഉപയോഗിക്കുന്ന പല വിധത്തിലുള്ള മെഷുകളുണ്ട്. ഇത് കണ്ടില്ല, ഒരു പാക്കറ്റാണ്. ഇതിൻ്റെ അകത്ത് മെഷ് സ്റ്റെറിലൈസ് ചെയ്ത് സംരക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള നെറ്റുകളാണ്, പോളിപ്രോപ്പിലിൻ കൊണ്ടുള്ള മെഷുകളാണ് കിട്ടുന്നത്. ഇതാണ് ശരീരത്തിന് പുറത്ത് വെക്കുന്നത്. ഇത് ഒരു തരത്തിലുള്ള പ്രോളിൻ മെഷാണ്. ഇത് വേറൊരു ടൈപ്പ്, 2 തരത്തിലുള്ള 2 മെഷുകൾ ഒരുമിച്ചുള്ള ടൈപ്പാണ്. ലാപ്രോസ്കോപ്പി ശസ്ത്രക്രിയ ഉപയോഗിക്കുന്ന വളരെ വില കൂടിയ മെഷ് നെറ്റാണ്. ഇതിൻ്റെ ഒരു സൈഡിൽ ഒരു കോട്ടിംഗ് ഉണ്ട്. ഈ കോട്ടിംഗ് ഉള്ളതുകൊണ്ട് കുടൽ ഇവിടെ വന്ന് ഒട്ടിപ്പിടിക്കില്ല. സാധാരണ നെറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുടൽ വന്ന് ഒട്ടിപ്പിടിച്ച് പ്രശ്നങ്ങളുണ്ടാക്കും. ഇതിൽ ഈ കോട്ടിംഗ് ഉള്ളതുകൊണ്ട് നെറ്റിൽ കുടൽ ഒട്ടിപ്പിടിക്കില്ല.
ഇതാണ് മറ്റേ സൈഡ്. ഇതാണ് ലാപ്രോസ്കോപ്പി ശസ്ത്രക്രിയയ്ക്ക് പിന്നെ പ്രൊസീഡ് മെഷ് എന്ന പേരുള്ള മെഷ്. അപ്പോൾ ഈ മെഷുകൾക്ക് പല വിധത്തിലുള്ള സൈസുകളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ 6x11 സെൻറ്റിമീറ്റർ, 30x20 24 സെൻറ്റിമീറ്റർ, ഇങ്ങനെ പല വിധത്തിലുള്ള സൈസുകളുണ്ട്. ഇതിൻ്റെ വിലയും ഈ സൈസുകൾ അനുസരിച്ച് വ്യത്യാസപ്പെട്ടു. സാധാരണ ഒരു ഹെർണിയ ഓപ്പറേഷൻ ചെയ്തു പോകാനായിട്ട് ഒരു സ്വകാര്യ ആശുപത്രിയിലാണെങ്കിൽ സാധാരണ ഒരു 10,000-നും 10,000-നും 15,000-നും ഇടയ്ക്ക് ചിലവ് വരും സാധാരണ രീതിയിൽ. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ഹെർണിയ ആണെങ്കിൽ ചാർജ് കൂടും. പിന്നെ ലാപ്രോസ്കോപ്പി ശസ്ത്രക്രിയ ആണെങ്കിൽ 20,000, 30,000 ആ റേഞ്ചിലും ചിലവ് സാധാരണ വരും. അല്ല എന്തു പറ്റി? ഓ സാരില്ല കമ്മിയ, ഒന്നും പറ്റിയില്ല, കരയണ്ട കേട്ടോ. ഓ ഇത് നമ്മൾ മണ്ണിൽ കുഴിച്ചിടും, അത് ഇന്ന് വലിയ സ്വർണ്ണപ്പല്ല് കിട്ടും. ദിവ്യ എന്തായി ചെയ്യണേ? ഞാനില്ലേ ഒരുപാട് സ്വർണ്ണപ്പല്ല് മുളപ്പിക്കുക. എന്തിന്? ചേട്ടന് റേസിംഗ് കാർ വാങ്ങാൻ ഒരുപാട് പൈസ കിട്ടും. കാരണം നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ മാത്രം സ്വപ്നങ്ങളല്ല. അതുകൊണ്ട് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. IMA നമ്മുടെ ആരോഗ്യം, ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ഏറ്റവും ആധികാരിക മാസിക. ഒരു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പ്രസിദ്ധീകരണം. പ്രഗത്ഭ ഡോക്ടർമാർ നേരിട്ടെഴുതുന്ന ആരോഗ്യ പങ്ക്തികൾ, ലേഖനങ്ങൾ, സംശയങ്ങൾക്കുള്ള മറുപടികൾ. മോഡേൺ മെഡിസിനിലെ സമ്പൂർണവും സമഗ്രവുമായ ആരോഗ്യ മാസിക. ആധികാരികതയിലെ അവസാന വാക്ക്. IMA നമ്മുടെ ആരോഗ്യം, ആരോഗ്യ മാസിക. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പ്രസിദ്ധീകരണം. മലയാളി കുടുംബത്തിന്റെ ആരോഗ്യ വഴികാട്ടി. സാധാരണഗതിയിൽ ലാപ്രോസ്കോപ്പിക് ശസ്ത്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഈ മെഷിന് വില അല്പം കൂടി കൂടും. അപ്പോൾ ആ ഒരു കോസ്റ്റ് ഡിഫറൻസ് കൂടി ഈ ലാപ്രോസ്കോപ്പിക് ശസ്ത്രക്രിയയിൽ ഉണ്ടാവുകയും ചെയ്യും. ഇനിയിപ്പം ഈ ഒരു ഹെർണിയ അല്ലെങ്കിൽ ചെറിയ മുഴ, കുടലിറക്കം, പ്രത്യേകിച്ചും ചുമക്കുകയും മറ്റും ചെയ്യുമ്പോൾ അടിവയറ്റിൽ പ്രത്യക്ഷപ്പെടുന്ന ഈ ഒരു ചെറിയ മുഴ, അത് കൃത്യമായ സമയത്ത് യഥാസമയത്ത് നമ്മൾ ചികിത്സിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുകൂടി മനസ്സിലാക്കിയിരിക്കുക. യഥാസമയം ചികിത്സിച്ചില്ലെങ്കിൽ ഹെർണിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും. സാധാരണ സംഭവിക്കുന്നത് ചെറിയൊരു ഹെർണിയ വെച്ചുകൊണ്ടിരുന്നു, അത് വലുതായി അതിൻ്റെ വ്യാപ്തി കൂടി വലിയ ഹെർണിയായിട്ട് വരും. ഹെർണിയ വലുതായി കഴിഞ്ഞാൽ ഓപ്പറേഷൻ്റെ സമയം കൂടുതൽ ദൈർഘ്യം വേണ്ടി വരും, വലിയ നെറ്റ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും, കൂടുതൽ റെസ്റ്റ് വേണ്ടി വരും. അങ്ങനെ ഓപ്പറേഷൻ്റെ വ്യാപ്തി കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ വലുതാകാം. 2, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളൊരു മുറിക്കകത്തുനിന്നും ചെറിയൊരു ജനലിലൂടെ തലയിട്ട് നോക്കുന്ന പോലെയാണ് ഹെർണിയ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെ തലയിട്ട് നോക്കുമ്പോൾ പെട്ടെന്ന് ജനൽ അടച്ച് എന്ത് സംഭവിക്കും? കഴുത്ത് ഞെരുങ്ങും. അതുപോലെ തന്നെ ഹെർണിയ പുറത്തേക്ക് തള്ളി വരുന്ന ഹെർണിയ പെട്ടെന്ന് ആ വരുന്ന ദ്വാരം പെട്ടെന്ന് എന്തെങ്കിലും കാരണവശാൽ അടഞ്ഞു കഴിഞ്ഞാൽ ഹെർണിയയ്ക്കകത്തുള്ള കുടലിലേക്കുള്ള രക്തോട്ടം കട്ടായി വളരെ മോശമായ കോംപ്ലിക്കേഷൻസിലേക്ക് പോകും. അപ്പോൾ ഓപ്പറേഷൻ ചെറുതല്ല, വളരെ വലിയ മേജർ ഓപ്പറേഷൻ വേണ്ടി വരും, പെട്ടെന്ന് ചെയ്യേണ്ടതായിട്ട് വരും. മുള്ളുകൊണ്ട് എടുക്കേണ്ടതിന് തൂമ്പ കൊണ്ട് എടുക്കേണ്ട ഗതികേട് വരും. ഉദാഹരണത്തിന് ചില പേഷ്യൻസ് വരും, പ്രായമുള്ള അപ്പച്ചനാണ്, കുറച്ച് വേദനയുള്ള ഹെർണിയായിട്ട് വരും, നല്ല ചുമയുണ്ട്, ശ്വാസം മുട്ടലുണ്ട്. അപ്പം ആൾക്കാർക്ക് പേടിയാണ്, ശ്വാസം മുട്ടലുണ്ട്, അപ്പം ഇങ്ങനെ ഹെർണിയ ചെയ്യുന്നതെന്ന് പേടിച്ചിരിക്കും. പക്ഷേ നമ്മൾ വേറൊരു കാര്യം ആലോചിക്കേണ്ടത്, ഒരു രാത്രിയിൽ പെട്ടെന്ന് ഈ ഹെർണിയ തടസ്സപ്പെട്ട അപ്പച്ചൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പച്ചൻ്റെ ശ്വാസം മുട്ടലൊന്നും ചികിത്സിക്കാതെ പെട്ടെന്ന് കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിലോ അപ്പച്ചനെ ഇപ്പം ചെസ്റ്റിൻ്റെ ഡോക്ടറെ അല്ലെങ്കിൽ കാർഡിയോളജിസ്റ്റിനെ കാണിച്ച് ഒരുക്കിയെടുത്ത് ഏറ്റവും നല്ലതായിട്ട് നമുക്ക് ഏറ്റവും നല്ല സിറ്റുവേഷനിൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ പല വിധത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഹെർണിയയ്ക്ക് ഉണ്ടാകാറുണ്ട്. ഇനി ഈ ഹെർണിയ ശസ്ത്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണ ചോദിക്കപ്പെടുന്ന ചില ചോദ്യങ്ങളിലേക്ക് നമുക്ക് വരാം. അതിൽ ഏറ്റവും അടിസ്ഥാനപരമായ ചോദ്യം ഇത് തന്നെയാണ്: എല്ലാ ഹെർണിയയ്ക്കും ഓപ്പറേഷൻ അല്ലെങ്കിൽ ശസ്ത്രക്രിയ വേണോ? ഏറ്റവും പുതിയ ഗൈഡ് ലൈൻസ് അനുസരിച്ച് എല്ലാ ഹെർണിയയ്ക്കും ഓപ്പറേഷൻ വേണമെന്ന് നിർബന്ധമില്ല. വളരെ ചെറിയ ഹെർണിയ പ്രായമുള്ള ഒരാൾ വരികയാണെങ്കിൽ ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ നമുക്ക് നോക്കാവുന്നതാണ്. ബാക്കിയുള്ള എല്ലാ ഹെർണിയയ്ക്കും തീർച്ചയായിട്ടും ഓപ്പറേഷന് അത്യാവശ്യമാണ്. അതുപോലെ ഈ ഹെർണിയ ഓപ്പറേഷന് വിധേയനാകാൻ വേണ്ടി വരുന്ന ഏതൊരാളും ചോദിക്കുന്ന, അവരെ ഏറ്റവും അധികം വറി ചെയ്യുന്ന ഒരു ചോദ്യം ഇതാണ്: ഈ ശസ്ത്രക്രിയാനന്തരമുള്ള റെസ്റ്റ് അല്ലെങ്കിൽ വിശ്രമത്തെക്കുറിച്ചുള്ള സംശയങ്ങളാണ്. സാധാരണ ഒരു ചെറിയ ഹെർണിയയ്ക്ക് സാധാരണ ഓപ്പൺ സർജറി ചെയ്ത് കഴിഞ്ഞാൽ വലിയ റെസ്റ്റിൻ്റെ ആവശ്യമില്ല. ഒരു ഓഫീസ് ജോലി ചെയ്യുന്നതാണെങ്കിൽ 10-12 ദിവസത്തിനുള്ളിൽ അയാൾക്ക് പോയിരുന്ന് ജോലി ചെയ്യാവുന്നതാണ്. വലിയ ഹെർണിയാണ്, വളരെ ഡിഫിക്കൽട്ട് ഹെർണിയ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ റെസ്റ്റ് 3 ആഴ്ച വേണ്ടി വന്നേക്കാം. പഴയ പോലെ 3 മാസം റെസ്റ്റിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. പിന്നെ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ: വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നത്, പിന്നെ വിറക് കയറുക, വെള്ളം കോരുക, ഓടി സ്റ്റെപ്പ് കയറുക, ബസ്സിൽ ഓടിക്കയറുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 3 മാസത്തേക്ക് തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യണം. പക്ഷേ സാധാരണ ഒരു ജോലിക്കാരന് സാധാരണ പോലെ യാത്ര ചെയ്ത് ഓഫീസിൽ പോകാൻ വേണ്ടി പറ്റും. പിന്നെ ബൈക്ക് കിക്ക് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ആൾക്കാർ ഇരിക്കുന്നത്. ബൈക്ക് കിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും, വേദന തുടങ്ങും. രണ്ടാമത് ഹെർണിയ വരണമെന്നില്ല, വേദന തുടങ്ങും.
അങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും ഒരു 1 month എങ്കിലും അവോയ്ഡ് ചെയ്യണം. ലാപ്രോസ്കോപ്പി സർജറി ചെയ്ത് കഴിഞ്ഞാൽ റെസ്റ്റിന് അത്രയും ആവശ്യമില്ല. സാധാരണ ഒരാഴ്ചയ്ക്ക് ശേഷം ജോലിക്ക് പോകാവുന്നതാണ്. പക്ഷേ എങ്കിലും നമ്മൾ കുറച്ച് സൂക്ഷിച്ചേ പറ്റൂ. ഇനി അടുത്ത സ്വാഭാവിക സംശയം വരുന്നത് ഇതാണ്. നമ്മൾ ഈ ഹെർണിയയ്ക്കായിട്ടൊരു ഓപ്പറേഷൻ ശസ്ത്രക്രിയ ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ മറ്റെന്തെങ്കിലും സങ്കീർണതകൾ പിന്നെ വരുമോ? ഹെർണിയ ഓപ്പറേഷനിൽ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും സാധാരണ ഉണ്ടാകാറില്ല. വളരെ അപൂർവമായിട്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് വൂണ്ട് ഇൻഫെക്ഷൻ ആൻഡ് മെഷ് റിജക്ഷൻ എന്ന് പറയും. അതായത് ഈ മുറിവിൻ്റെ അകത്തൂടെ രോഗാണുക്കൾ കയറി മുറിവ് പഴുത്തിട്ട് ഈ നെറ്റ് ഒരു ഫോറിൻ സബ്സ്റ്റൻസ് ആണല്ലോ, ശരീരത്തിൽ ഇല്ലാത്തൊരു സാധനമാണ്. അതിനെ റിജക്റ്റ് ചെയ്യാൻ വേണ്ടി നീരുണ്ടായി, ഇൻഫെക്ഷൻ ഉണ്ടായി, വളരെ അപൂർവമായിട്ട് നെറ്റ് എടുത്ത് കളയേണ്ടതായിട്ട് വരാറുണ്ട്. വളരെ റെയറാണ്. പ്രത്യേകിച്ചും ഡയബറ്റീസ് ഉള്ളവരിലൊക്കെ നമ്മൾ ഹെർണിയ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് ആൻറ്റിബയോട്ടിക്സ് കൊടുത്ത് വളരെ കൃത്യമായിട്ടാണ് ചെയ്യാറുള്ളത്. അങ്ങനെയൊന്നും വളരെ അപൂർവമായിട്ട് മാത്രമേ സംഭവിക്കാറുള്ളൂ. ഇൻസിഷണൽ ഹെർണിയാസ്, അതായത് നേരത്തെ ഓപ്പറേഷൻ ചെയ്ത സ്ഥലത്ത് ഉണ്ടാകുന്ന ഹെർണിയാസ് നെറ്റ് വെച്ച് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ കുറച്ച് നാളത്തേക്ക് കുറച്ച് നീരൊലിക്കാൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടി നമ്മൾ ചെറിയൊരു ട്യൂബ് ഇടും. ഈ ട്യൂബ് വയറിനുള്ളിലോട്ടില്ല ഇടുന്നത്, വയറിൻ്റെ പുറത്ത് തൊലിയുടെ താഴെ ട്യൂബ് ഇടും. ആ നീര് കുറയാനായിട്ട് ചിലപ്പോൾ ഒരു 10 ദിവസം എടുക്കും. ആ ട്യൂബായിട്ട് നമ്മൾ വീട്ടിൽ പേഷ്യൻസിനെ വിടാറുണ്ട്. അതിനുശേഷം അവർ വന്ന് ട്യൂബ് എടുക്കും. അപ്പോൾ ചിലപ്പോൾ ആ നീര് കുറച്ച് നാളത്തേക്ക് നിന്നിരിക്കും അപൂർവമായിട്ട്. ഇതുകൂടാതെ അപൂർവമായി ഉണ്ടാകുന്ന സങ്കീർണത ഓപ്പറേഷന് നൽകുന്ന അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇപ്പോൾ ഒരു പ്രായമുള്ള ഒരാൾക്ക് ഹെർണിയയുടെ ഓപ്പറേഷൻ ചെയ്യുമ്പോഴത്തേന് അനസ്തീഷ്യ കൊണ്ട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും. ഇത് പ്രത്യേകിച്ചും കൂടുതൽ ലാപ്രോസ്കോപ്പി ശസ്ത്രക്രിയയിലാണ്. കാരണം ലാപ്രോസ്കോപ്പി സർജറിക്ക് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ജനറൽ അനസ്തേഷ്യയാണ്, ഫുൾ മയക്കാണ്. എന്നിട്ട് അതിന് വയറിൻ്റെ അകത്ത് നമ്മൾ ഗ്യാസ് കയറ്റുകയും ചെയ്യുന്നതുകൊണ്ട് പ്രായമുള്ളവരിലും മറ്റും ലാപ്രോസ്കോപ്പി ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ അപകട സാധ്യത കുറച്ചുകൂടെ കൂടുതലാണ്. സാധാരണ ആൾക്കാർ ഒന്ന് ചോദിക്കാറുള്ളതാണ്, അപ്പച്ചന് 70 വയസ്സായി, ശ്വാസം മുട്ടലുണ്ട്, ഹാർട്ടിൻ്റെ അസുഖമുണ്ട്, ഡോക്ടറെ സാധാരണ ഓപ്പറേഷൻ വേണ്ട, ലാപ്രോസ്കോപ്പി ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ലാപ്രോസ്കോപ്പി ശസ്ത്രക്രിയ അപ്പച്ചന് വേണ്ട. കാരണം ലാപ്രോസ്കോപ്പിക് ശസ്ത്രക്രിയക്ക് ഉപയോഗിക്കുന്ന അനസ്തീഷ്യ ഈസ് മോർ ദാൻ ദാറ്റ് ഫോർ ഓപ്പൺ സർജറി. സാധാരണ ഓപ്പൺ സർജറിക്ക് ഇതിനേക്കാളും കട്ടികൂടി അനസ്തീഷ്യയാണ് ലാപ്രോസ്കോപ്പി ശസ്ത്രക്രിയക്ക് വേണ്ടത്. അതാണ് സാധാരണ ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണ. പിന്നെ മെഷ് റിജക്ഷൻ വരുന്നു കഴിഞ്ഞാലും അതും ചികിത്സിക്കാം. അതിന് ചികിത്സയുണ്ട്. ആൻറ്റിബയോട്ടിക്സ് കൊടുത്ത് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ മുറിവ് തുറന്ന് കുറച്ച് നീരൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് മെഷ് റിജക്ഷൻ നമുക്ക് വേണമെങ്കിൽ ഈസിയായിട്ട് ഒഴിവാക്കാൻ പറ്റും. പിന്നെ രണ്ടാമത് ഹെർണിയ വരുമെന്നുള്ള കാര്യം, സാധാരണ രീതിയിൽ നല്ലതുപോലെ ഓപ്പറേഷൻ ചെയ്ത് നെറ്റിട്ട് സമയമെടുത്തൊരു ഓപ്പറേഷൻ നല്ലപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഹെർണിയ രണ്ടാമത് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇറ്റ്സ് വെരി ലെസ്. പിന്നെ രോഗി റെസ്റ്റ് എടുക്കാതെ വലിയ ജോലികൾ ചെയ്തു, അല്ലെങ്കിൽ ഒരു മുറിവിന് ഇൻഫെക്ഷൻ വന്നു, പിന്നെ സ്ഥിരമായിട്ട് ചുമയുള്ള പേഷ്യൻസിന്, അങ്ങനെയുള്ളവരിൽ ചിലപ്പം ഹെർണിയ രണ്ടാമത് വന്നേക്കാം. ലാപ്രോസ്കോപ്പി ശസ്ത്രക്രിയയിൽ രണ്ടാമത് വലിയ ഹെർണിയ ചെയ്യുകയാണെങ്കിൽ രണ്ടാമത് ഹെർണിയ വരാനുള്ള സാധ്യത ഓപ്പൺ സർജറിയേക്കാളും കുറച്ചുകൂടെ കൂടുതലാണെന്ന് നമ്മൾ പറയാറുണ്ട്. മുതിർന്ന ആളുകളിൽ മാത്രമല്ല, കുട്ടികളിൽ വരെ, വളരെ ചെറിയ കുട്ടികളിൽ പോലും ഈ ഹെർണിയ എന്ന കുടലിറക്ക രോഗം ഉണ്ടാകാം. അപ്പോൾ അങ്ങനെ കുട്ടികളിൽ ഈ രോഗം വരികയാണെങ്കിൽ അതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് എങ്ങനെയാണ് എന്നിപ്പോൾ മനസ്സിലാക്കാം. കുട്ടികളിൽ ഹെർണിയയ്ക്കുള്ള ഓപ്പറേഷൻ്റെ പേര് ഹെർണിയോട്ടമി എന്നാണ്. ഹെർണിയോട്ടമി എന്ന് പറഞ്ഞാൽ ചെറിയൊരു മുറിവുണ്ടാക്കി അതുവഴി ഹെർണിയയുടെ സാക്ക് അത് കണ്ടുപിടിച്ചിട്ട് ചെറിയ ഒരു സ്റ്റിച്ചിട്ട് അടച്ചിട്ട് ആ സാക്ക് കട്ട് ചെയ്ത് കളയും. ഇറ്റ്സ് എ വെരി സിമ്പിൾ ഓപ്പറേഷൻ. വേണമെങ്കിൽ തലേദിവസം അഡ്മിറ്റ് ചെയ്യുക, പിറ്റേ ദിവസം ഓപ്പറേഷൻ ചെയ്യുക. അന്ന് ഓപ്പറേഷൻ ചെയ്യുന്നതിന് വൈകുന്നേരം പിറ്റേ ദിവസം രാവിലെ കൊച്ചിന് വീട്ടിൽ പോകാം. വലിയ റെസ്റ്റിൻ്റെ ആവശ്യമില്ല, ഒട്ടും വേദന കാണുകയില്ല. പിന്നെ പലപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട്, കുട്ടികളുടെ ഒരു സൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ സൈഡിൽ വരാറുണ്ടല്ലോ. സാധാരണ കുട്ടികളുണ്ടാകുന്ന ഹെർണിയയുടെ പേര് കൺജനിറ്റൽ ഹെർണിയ എന്നാണ്. ഈ കൺജനിറ്റൽ ഹെർണിയ എന്ന് പറഞ്ഞാൽ ജന്മന ഉള്ള ഹെർണിയ. അപ്പോൾ ജന്മന ഉള്ള ഹെർണിയ ഉണ്ടാകാനുള്ള കാരണങ്ങൾ രണ്ട് സൈഡിലും നിലനിൽക്കുകയാണല്ലോ. അപ്പോൾ ഒരു സൈഡിൽ ഹെർണിയ ചെയ്ത് കഴിയുമ്പോഴത്തേന് മറ്റേ സൈഡിൽ പിന്നീട് വരുന്നതാണ്. അത് ഓപ്പറേഷൻ ഒരു കോംപ്ലിക്കേഷൻ അല്ല രണ്ടാമത്തെ സൈഡിൽ വരുന്നത്. പ്രായമുള്ളവരിലും ചിലപ്പോൾ ഒരു സൈഡിൽ ഹെർണിയ വന്നിട്ട് കുറച്ച് നാൾക്ക് ശേഷം മറ്റേ സൈഡിൽ ഹെർണിയായിട്ട് വരാറുണ്ട്. അതും ഹെർണിയയുടെ ഓപ്പറേഷൻ്റെ കോംപ്ലിക്കേഷൻ അല്ല, അങ്ങനെ സംഭവിക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു സൈഡ് ചെയ്തുകൊണ്ട് മറ്റേ സൈഡിൽ വരാതെ നോക്കാൻ വേണ്ടി എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ഹെവി വെയിറ്റ് എടുക്കുന്നത് ഒഴിവാക്കുക, മലബന്ധം ഉണ്ടെങ്കിൽ അത് ചികിത്സിക്കുക, സ്ഥിരമായിട്ടുള്ള ചുമയുണ്ടെങ്കിൽ അതും കറക്റ്റായിട്ട് ചികിത്സിച്ച് കഴിഞ്ഞാൽ ഈ ഹെർണിയ ഉണ്ടാകാനുള്ള കാരണം നീങ്ങിപ്പോവും. അപ്പം രണ്ടാമത് ഹെർണിയ വരാനുള്ള സാധ്യതയും കുറവാണ്. പിന്നീട് ഇൻസിഷണൽ ഹെർണിയാസ്, അതായത് ഓപ്പറേഷന് ശേഷമുള്ള ഹെർണിയാസ് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നാമതായി ഓപ്പറേഷൻ സമയത്ത് ഉപയോഗിക്കുന്ന സ്റ്റിച്ചുകൾ കറക്റ്റായിട്ട് സർജൻ ചെയ്തിരിക്കേണ്ടതാണ്. പിന്നെ വൂണ്ട് ഇൻഫെക്ഷൻ വരാതെ നോക്കുക. മേജർ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വെയിറ്റ് ലിഫ്റ്റിംഗ് അതുപോലുള്ള വലിയ കാര്യങ്ങൾ കുറച്ച് നാൾക്ക് ശേഷമേ ചെയ്യാവുള്ളൂ. ഈ ഹെർണിയ രോഗത്തെക്കുറിച്ച് പറയുമ്പോൾ അതോടൊപ്പം തന്നെ പ്രതിപാദിക്കപ്പെടുന്ന മറ്റൊന്നാണ് ഹൈഡ്രോസീൽ എന്ന രോഗാവസ്ഥ. വൃഷ്ണസഞ്ചിയുടെ വീക്കമാണ് ഹൈഡ്രോസീൽ. ഇതും ഹെർണിയയും ഒന്നല്ല, പക്ഷേ പലപ്പോഴും ഇത് രണ്ടും തമ്മിൽ ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട്. വൃഷണവീക്കം അഥവാ ഹൈഡ്രോസീൽ എന്നത് ഹെർണിയയുമായിട്ട് ബന്ധമുള്ളതൊന്നല്ല. അതിൽ വൃഷണത്തിൻ്റെ അകത്ത് കുറച്ച് വെള്ളം നിറഞ്ഞിട്ട് പ്രത്യേക തരത്തിലുള്ള ചില ഫ്ലൂയിഡ് നിറഞ്ഞ് വീർത്ത് വരുന്നതിനാണ് ഹൈഡ്രോസീൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഹെർണിയയുടെ ഓപ്പറേഷൻ അല്ല അതിനു വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ ഹൈഡ്രോസീലിന് അതിൻ്റെതായിട്ടുള്ളൊരു ചെറിയൊരു ഓപ്പറേഷനുണ്ട്. നമ്മൾ വൃഷണം തുറന്നിട്ട് വൃഷണസഞ്ചി തുറന്നിട്ട് വൃഷണത്തിൻ്റെ ചുറ്റുമുള്ള വെള്ളത്തിനെ എടുത്ത് കളയുകയാണ്.
ഇത് വലിച്ചു കളയുന്ന ചികിത്സാ രീതിയൊക്കെ ചിലർ പറയാറുണ്ട്. അതെല്ലാം അശാസ്ത്രീയമായ പരിപാടികളാണ്, ഓപ്പറേഷനാണ് അതിനുള്ള ചികിത്സ. പക്ഷേ ഹെർണിയെ പോലെ സാധാരണ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാകാറില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഒരു പ്രായമായ രോഗിയിൽ പെട്ടെന്നുണ്ടാകുന്ന വൃഷ്ണവീക്കം ചിലപ്പോൾ വൃഷ്ണത്തിൻ്റെ ക്യാൻസറിൻ്റെ ഒരു തുടക്കമായി കാണും. തീർച്ചയായിട്ടും ഒരു സ്കാൻ ചെയ്യണം, ഡോക്ടറെ ഉടനടി കാണിക്കണം. ചേട്ടാ, അല്ല എന്തു പറ്റി? എന്റെ പല്ല് പോയി. ഓ സാരില്ല കമ്യ, ഒന്നും പറ്റിയില്ല, കരയണ്ട കേട്ടോ. ഓ ഇത് നമ്മൾ മണ്ണിൽ കുഴിച്ചിടും. അത് ഇന്ന് വലിയ സ്വർണ്ണപ്പല്ല് കിട്ടും. സ്വർണ്ണപ്പല്ല്? ദിവ്യ, എന്തായി ചെയ്യണേ? ഞാനില്ലേ ഒരുപാട് സ്വർണ്ണപ്പല്ല് മുളപ്പിക്കുക. എന്തിന്? ചേട്ടന് റേസിംഗ് കാർ വാങ്ങാൻ ഒരുപാട് പൈസ കിട്ടും. കാരണം നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ മാത്രം സ്വപ്നങ്ങളല്ല. അതുകൊണ്ട് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. IMA നമ്മുടെ ആരോഗ്യം, ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ഏറ്റവും ആധികാരിക മാസിക. ഒരു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പ്രസിദ്ധീകരണം. പ്രഗത്ഭ ഡോക്ടർമാർ നേരിട്ടെഴുതുന്ന ആരോഗ്യ പംക്തികൾ, ലേഖനങ്ങൾ, സംശയങ്ങൾക്കുള്ള മറുപടികൾ. മോഡേൺ മെഡിസിനിലെ സമ്പൂർണവും സമഗ്രവുമായ ആരോഗ്യ മാസിക. ആധികാരികതയിലെ അവസാന വാക്ക്. IMA നമ്മുടെ ആരോഗ്യം, ആരോഗ്യ മാസിക. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പ്രസിദ്ധീകരണം. മലയാളി കുടുംബത്തിന്റെ ആരോഗ്യ വഴികാട്ടി. ഈ ഹെർണിയ എന്ന രോഗാവസ്ഥ പല ആളുകളിലും തന്നെ കാണപ്പെടുന്ന ഒന്നാണ്. പക്ഷേ വിവിധ കാരണങ്ങളാൽ ഇത് വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെയോ അല്ലെങ്കിൽ കൃത്യമായ ശാസ്ത്രീയമായ ചികിത്സ എടുക്കപ്പെടാതെ പോവുകയോ ചെയ്യുന്ന ഒരു രോഗമായിട്ടാണ് ഈ ഹെർണിയ പലപ്പോഴും നിലനിൽക്കുന്നത്. അതുപക്ഷേ ശരിയല്ല. തീർച്ചയായിട്ടും ഇങ്ങനെ ഹെർണിയ എന്ന കുടലിറക്കം അല്ലെങ്കിൽ ചെറിയ മുഴകൾ പ്രത്യക്ഷപ്പെടുന്ന രീതിയിൽ നമ്മുടെ വയറിൻ്റെ അടിവയറ്റിലും മറ്റുമൊക്കെ മുഴകൾ പ്രത്യക്ഷപ്പെടുന്ന ഈ ഒരു അവസ്ഥ നമ്മൾ തിരിച്ചറിയുക, ചികിത്സ എടുക്കാതിരിക്കരുത്, കൃത്യമായ ശാസ്ത്രീയമായ ചികിത്സ എടുക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക. ഹെർണിയ ക്ലിനിക്കിൽ വരുന്ന ഓരോ രോഗികളോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഒന്ന്, ഈ ഓപ്പറേഷൻ വേദനയുള്ളൊരു ഓപ്പറേഷൻ അല്ല. ഓപ്പറേഷന് ശേഷം നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ വേദനയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല. രണ്ട്, ഒത്തിരി നാൾ റെസ്റ്റിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് സാധാരണ പോലെ നിങ്ങളുടെ ജോലി തുടർന്നു പോകാം. സാധാരണ ഒരു ചെറിയ ജോലി കൂലിപ്പണി ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ മുമ്പോട്ട് തുടർന്ന് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയെ ഒരു തരത്തിലും ഈ ഓപ്പറേഷൻ ബാധിക്കുകയില്ല. ഇനി IMA ന്യൂസ് ആൻഡ് വ്യൂസ്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഇന്ന് ഭാരതത്തിലെ ഏറ്റവും അംഗസംഖ്യയുള്ള ഡോക്ടർമാരുടെ ഒരു സംഘടനയാണ്. അതിൽ ഏകദേശം 3 ലക്ഷത്തിൽ പരം അംഗങ്ങൾ ഈ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനിലുണ്ട്. അതിൽ കേരള ശാഖയുടെ ഘടകത്തിൽ മാത്രം ഏകദേശം 23,500 അംഗസംഖ്യ ഉള്ളതാണ്. കേരള ഘടകത്തിൻ്റെ കീഴിൽ നമ്മൾ സമൂഹത്തോട് ഉള്ള പ്രതിബദ്ധതയ്ക്ക് ധാരാളം പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് ബ്ലഡ് ഡൊണേഷൻ ആൻഡ് ബ്ലഡ് ബാങ്കിങ്. ഇത് വളരെ നല്ല IMAയുടെ ഒരു വളരെ ശക്തമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഘടകമാണ്. അതിന് നമ്മൾ പല ബ്രാഞ്ചുകളിലും അതിൻ്റെ കീഴിലുള്ള ബ്ലഡ് ബാങ്കുകൾ, IMA ബ്ലഡ് ബാങ്കുകൾ കേരളത്തിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒന്നാണ്. അതിന് നമ്മൾ ഓരോ ആഴ്ചകളിലും ഈ ബ്ലഡ് ബാങ്കിൻ്റെ കീഴിൽ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ നടത്തുകയും ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തി ജനങ്ങളെ പ്രബുദ്ധരാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടി, ഇത് ചെയ്യാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടി നമ്മൾ കഴിഞ്ഞ കൊല്ലം SMS ബ്ലഡ് ബാങ്കിങ് എന്നുള്ള ഒരു പ്രസ്ഥാനം നമ്മൾ തുടങ്ങുകയുണ്ടായി. അതുവഴി SMS വഴി ബ്ലഡ് ഡൊണേഷൻ ചെയ്യാനും ബ്ലഡ് ഡോണേഴ്സിനെ കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ ബ്ലഡ് ആവശ്യമുള്ളവരുടെയും നമ്പറുകൾ അതുമൂലം എളുപ്പത്തിൽ സാധിക്കാനും സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാമായിട്ട് നമ്മൾ ഫിലിം സ്റ്റാർ ശ്രീ ദിലീപിനെ നമ്മളിതിൻ്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് 2 കൊല്ലം മുമ്പ് വേൾഡ് ബ്ലഡ് ഡൊണേഷൻ ഡേക്ക് ആലുവയിൽ വെച്ച് നമ്മൾ അത് ആദരിച്ചു. അതിനു വേണ്ടി ഇമേജ് IMA ഗോസ് എക്കോ ഫ്രണ്ട്ലി എന്നുള്ളൊരിത് ഇപ്പോൾ കേരളത്തിൽ എല്ലാവരും അറിയപ്പെടുന്ന IMAയുടെ ഒരു സിഗ്നേച്ചർ പ്രോജക്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്ര പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റാണിത്. ജനങ്ങൾ മാത്രമല്ല, ഗവൺമെൻറ്റും ഇതിനെ 100% അംഗീകരിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ ആരംഭകാലത്ത് ഒരു കണ്ടമാനം എതിർപ്പുകൾ ഇതിനുണ്ടായെങ്കിലും അതിനെല്ലാം അതിജീവിച്ച് ജനങ്ങൾക്ക് വിശ്വാസം ഏറിയതും സർക്കാരിന് വിശ്വാസമുള്ളതുമായിട്ടുള്ളൊരു പ്രോജക്റ്റായിട്ട് ഇന്ന് ഇമേജ് വളർന്നു. കേരള സംസ്ഥാനത്തിൻ്റെ കീഴിൽ നടക്കുന്ന ഈ പ്രോജക്റ്റ് ഇന്ത്യയിൽ വേറെ ഒരിടത്തുമില്ല. ഇന്ത്യയിൽ നിന്നല്ല, ലോകത്ത് ഒരിടത്തും തന്നെ ഒരു സംസ്ഥാനം മുഴുവൻ പ്രൈവറ്റ് ആശുപത്രികളുടെയും സർക്കാർ ആശുപത്രികളുടെയും ബയോമെഡിക്കൽ വേസ്റ്റ് കളക്ട് ചെയ്ത് സെഗ്രിഗേറ്റ് ചെയ്ത് അത് ഒരു പ്ലാന്റിൽ എത്തിച്ച്
അത് ഡിസ്പോസ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് ലോകത്തിൽ തന്നെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നേരിട്ട് നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇന്ന് നമ്മൾ ഏകദേശം 75,000 ബെഡിൽ നിന്നുള്ള ബയോമെഡിക്കൽ വേസ്റ്റാണ് നമ്മുടെ ഒരു മെയിൻ പ്ലാന്റായ പാലക്കാട് നമ്മൾ ചെയ്യുന്നത്. അവിടെ കോടിക്കണക്കിന് രൂപ ചെലവാക്കിയാണ് നമ്മളതിൻ്റെ മെഷീനറികളെല്ലാം സ്ഥാപിച്ചിരിക്കുന്നത്. അതിന് തുച്ഛമായ ഒരു ഫീസ് മാത്രമാണ് നമ്മൾ ആശുപത്രികളിൽ നിന്നും ഗവൺമെൻറ് ആശുപത്രികളിൽ നമ്മൾ ഈടാക്കുന്നത്. ഇപ്പോൾ അത് ഇവിടെയുള്ള ഈ പ്രോജക്റ്റ് മതിയാവാത്തത് കൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു സെക്കൻഡ് പ്രോജക്റ്റായിട്ട് നമ്മൾ തിരുവനന്തപുരത്ത് സ്ഥലമെടുക്കുകയും അത് ഉടനെ തന്നെ അത് ആരംഭിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ചെയ്തു വരുന്നു. ഗവൺമെൻറ്റിൽ നിന്നും നമുക്ക് അതിനുള്ള എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്ത് കിട്ടിയിട്ടുണ്ട്. മാന്യ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ കത്തുകളായി, ഫോൺ കോളായി, ഇമെയിലായി എല്ലാം ലഭിക്കുന്നു. വളരെയേറെ സന്തോഷം. തുടർന്നും ഇത്തരത്തിൽ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വിലാസം ഇതാണ്: IMA ആരോഗ്യ വിചാരം, ഇന്ത്യ വിഷൻ, RBG ആർക്കേഡ്, ചെറുട്ട് റോഡ്, കാലിക്കറ്റ്. ഇമെയിൽ healthindiavision@yahoo.co.in അല്ലെങ്കിൽ IMA ആരോഗ്യ വിചാരം, IMA ഹെഡ്ക്വാർട്ടേഴ്സ്, ആനേറ, തിരുവനന്തപുരം. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും ഇതേ സമയത്ത് കാണാം. നമസ്കാരം. കോസ്റ്റ്യൂം കേട്ടസി ഗ്രീൻ പെപ്പർ, കോർട്ട് റോഡ്, കാലിക്കറ്റ്.